അസ്സലാമലൈക്കും സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു യാത്രയാണല്ലോ ഇസ്രാ മിഅ്റാജ്. ഈ പുണ്യദിനത്തോടനുബന്ധിച്ച് പലരും നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. എന്താണ് മിഹ്റാജ് നോമ്പിൻ്റെ പ്രത്യേകതകൾ? ഇത് സുന്നത്താണോ? ഇതിന് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ അറിയാത്ത ചില ആളുകൾ ഉണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പ്രതിഫലങ്ങൾ എന്തൊക്കെ? ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ലളിതമായി ചർച്ച ചെയ്യുന്നത് ഇതാണ്. വീഡിയോ മുഴുവനായി കാണുക. എന്താണ് മിഹ്റാജ് നോമ്പ്? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് 7 ആകാശങ്ങൾക്കപ്പുറം അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്കും നടത്തിയ യാത്രയാണ് മിഅ്റാജ്. ഈ മഹാസംഭവം നടന്നത് റജബ് മാസം 27-ാം രാവിലാണെന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. ആ ദിനത്തിൻ്റെ പവിത്രത ഉൾക്കൊണ്ട് വിശ്വാസികൾ നോമ്പ് അനുഷ്ഠിക്കുന്നു. റജബ് മാസത്തിൻ്റെ മഹത്വം എന്താണ്? മിഹ്റാജ് നോമ്പ് വരുന്നത് റജബ് മാസത്തിലാണ്. അള്ളാഹു ആദരിച്ച 4 പവിത്ര മാസങ്ങളിൽ ഒന്നാണ് റജബ്. റജബ് മാസം അള്ളാഹുവിൻ്റെ മാസമാണെന്നും അതിൽ നന്മകൾ ചെയ്യുന്നത് ഇരട്ടി പ്രതിഫലം നൽകുന്ന കാര്യമാണെന്നും ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രതിഫലം എന്തൊക്കെയാണ്? മിഹ്റാജ് നോമ്പിനെക്കുറിച്ച് പണ്ഡിതന്മാർ നൽകുന്ന സൂചനകൾ ഇപ്രകാരമാണ്. ഈ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നത് മറ്റ് മാസങ്ങളിൽ 60 മാസം നോമ്പ് അനുഷ്ഠിക്കുന്നതിന് തുല്യമായി. മറ്റ് മാസങ്ങളിൽ 60 മാസം നോമ്പ് അനുഷ്ഠിക്കുന്നതിന് തുല്യമായ പ്രതിഫലം ലഭിക്കാൻ കാരണമാകും എന്ന് ചില ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നു. ഇത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും മനസ്സിനെ ശുദ്ധീകരിക്കാനുമുള്ള ഒരു അവസരമാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ നോമ്പ് റമദാൻ നോമ്പ് പോലെ ഫർള് അഥവാ നിർബന്ധമുള്ള ഒന്നല്ല, മറിച്ച് പുണ്യം പ്രതീക്ഷിച്ച് ചെയ്യുന്ന ഒരു സുന്നത്ത് കർമ്മമാണ്. ഒരാൾ അത് ഒഴിവാക്കിയാൽ കുറ്റക്കാരനാകില്ല, എന്നാൽ ചെയ്താൽ വലിയ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ, അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ആ മഹത്തായ യാത്രയെ സ്മരിക്കാനും ആരാധനകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മിഹ്റാജ് നോമ്പ് നമുക്ക് പ്രചോദനമാകുന്നു. ഈ പുണ്യദിനങ്ങളെ വെറുതെ കളയാതെ പ്രാർത്ഥനകൾ കൊണ്ടും നോമ്പ് കൊണ്ടും ധന്യമാക്കാൻ നമുക്ക് ശ്രമിക്കാം. വേറൊരു ഹദീസിൽ പറയപ്പെട്ടിട്ടുണ്ട്, മിഹ്റാജ് രാവിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് 60 മാസം നോമ്പ് നോൽക്കുന്നതിന് തുല്യമാണെന്ന്. എല്ലാവരുടെയും മിഹ്റാജ് നോമ്പ് അള്ളാഹു സ്വീകരിക്കട്ടെ. മിഹ്റാജ് ദിനത്തിൽ നോമ്പ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ആ രാത്രിയിലും പകലിലും പ്രാർത്ഥനകൾ കൊണ്ട് ധന്യമാക്കുന്നത് വളരെ ഉത്തമമാണ്. പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്ന ചില പ്രധാന കാര്യങ്ങൾ ഇവയാണ്. ഇസ്തിഗ്ഫാർ, പാപമോചനം. റജബ് മാസം പാപമോചനത്തിൻ്റെ മാസമാണ്. അതിനാൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് അധികമായി ചൊല്ലുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ കാരണമാകും. സ്വലാത്ത് വർദ്ധിപ്പിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ നേരിൽ കണ്ട ആ മഹായാത്രയെ സ്മരിക്കുമ്പോൾ അവിടുത്തെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലുന്നത് ഈ ദിനത്തിൻ്റെ പവിത്രത വർദ്ധിപ്പിക്കുന്നു. മിഹ്റാജ് രാവിൽ, റജബ് 27-ാം രാവിൽ മനമുരുകി പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണെന്ന് പറയപ്പെടുന്നു. അള്ളാഹുവേ, നിൻ്റെ സ്നേഹിതന്മാർക്ക് നീ വെളിപ്പെടുത്തി കൊടുത്ത രഹസ്യങ്ങളെ മുൻനിർത്തിയും നിൻ്റെ പ്രവാചകൻ നീ നൽകിയ ആ സവിശേഷമായ ഏകാന്ത സമാഗമത്തെ മുൻനിർത്തിയും ഞാൻ നിന്നോട് ചോദിക്കുന്നു, എൻ്റെ പ്രയാസങ്ങൾ നീ നീക്കിത്തരണമേ. ഈ ദിവസം പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതും ദാനം നൽകുന്നതും വലിയ പുണ്യമാണ്. സൂറത്തുൽ ഇസ്രാ മിഅ്റാജ് യാത്ര വിവരിക്കുന്ന സൂറത്ത് അർത്ഥം മനസ്സിലായി ഓതുന്നത് ആ ചരിത്ര സംഭവത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് അറിവുകൾ നൽകും. ഈ വലിയ രാവിനെയും പകലിനെയും കേവലം ഒരു അവധി ദിവസമായി കാണാതെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരമായി നമുക്ക് മാറ്റാം. നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഈ മിഹ്റാജ് ദിനം നമുക്ക് പ്രചോദനമാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറക്കരുത്. നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.